അനാഥാലയത്തിൽ വെച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിപ്പോയി. വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവെച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി പ്ലാക്കൽ 79 വയസ്സുള്ള തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാനാകാതെ പുറത്ത് കിടത്തേണ്ടി വന്നത്. തോമസും ഭാര്യ റോസിലിയും മാസങ്ങളായി വ്യത്യസ്ത അനാഥ മന്ദിരങ്ങളിലാണ് താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി കാണിച്ച് തോമസും ഭാര്യ റോസിലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാലാരമണന്റെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥ മന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു. അരിമ്പൂരിലെ തീപ്പെട്ടി കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു തോമസ്. ബുധനാഴ്ച പുലർച്ചെ മണലൂരിലുള്ള അനാഥാശ്രമത്തിൽ വെച്ച് മരിച്ച തോമസിന്റെ മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലുള്ള വീട്ടിൽ എത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു. തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി 6 മണിക്കൂറോളം ഇരുന്നു. മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഉച്ചതിരിഞ്ഞ് എറവ് സെന്റ് തെരാസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് തോമസിന്റെ മൃതദേഹം ആചാരപ്രകാരം സംസ്കരിച്ചു. TC വിനോസ്, തൃശൂർ.